നമസ്കാരം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവം നടന്നു. ബിന്ദു എന്ന ഒരു സ്ത്രീ മരിക്കുകയും ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിൽ UDF-ഉം യൂത്ത് കോൺഗ്രസും സമരങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. നമ്മുടെ ആരോഗ്യരംഗം മോശമാണെന്നും ഈ ആരോഗ്യരംഗത്ത് നമ്മളുടെ ജീവൻ നഷ്ടപ്പെടുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ UDF-ഉം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തെ ആരോഗ്യരംഗമല്ല ഇപ്പോൾ നിലവിലുള്ളതെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. എങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതുപോലെ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരായി ഇല്ലാ കഥകൾ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട്, കള്ളക്കഥകൾ മെനഞ്ഞുകൊണ്ട് വൻപിച്ച പ്രചരണവേല സംഘടിപ്പിക്കുകയാണ്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാം എന്നുള്ള ഒരു മോഹവുമായിട്ടാണ് UDF ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസുകാരും ഈ കള്ളപ്രചരണ വേല ഏറ്റെടുത്തുകൊണ്ട് വൻപിച്ച രീതിയിലുള്ള പ്രചരണ വേല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മാധ്യമങ്ങളിലൂടെയും നവമാധ്യമങ്ങളെയും കൂട്ടുപിടിച്ച് ഉള്ള പ്രചരണ വേലയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രചരണ വേലകൾക്കിടയിലും നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള, വിദേശത്തേക്ക് പോയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. സ്ഥിരമായി താമസിക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ഒട്ടനവധി ആൾക്കാർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും പോയിട്ടുണ്ട്. വിദ്യാഭ്യാസ കാര്യത്തിനു വേണ്ടിയും അല്ലാതെയും കുടുംബസമേതവും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നുണ്ട്. ആ വിദേശ രാജ്യങ്ങളുടെ പട്ടികയിൽ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്ക, ആഫ്രിക്ക, വിവിധ ഭൂഖണ്ഡങ്ങളിലും നമ്മുടെ മലയാളികൾ പോയി താമസിക്കുന്നുണ്ട്. ആ വിദേശ രാജ്യങ്ങളിലെല്ലാം പോയി താമസിക്കുന്ന മലയാളികൾ നമ്മളുടെ കൊച്ചു കേരളത്തിലെ ആരോഗ്യ രംഗത്തെ കുറിച്ച് വലിയ അഭിമാനവും വലിയ ആഹ്ലാദവുമാണ് അവർ പങ്കിടുന്നത്. കാരണം കോവിഡും അതുപോലെ തന്നെ ദൂരവ്യാപകമായിട്ടുള്ള പല രോഗങ്ങളും ഉണ്ടായിട്ടും അവർക്ക് വിദേശ രാജ്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. കേരളത്തിൽ വന്നതിന് ശേഷമാണ് അവർക്ക് ആരോഗ്യരംഗത്തെ പറ്റി ഇത്രയും വളരെ വിപുലമായിട്ടുള്ള ആരോഗ്യ സംവിധാനം കേരളത്തിൽ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അവർ കേരളത്തിലെ ഈ ആരോഗ്യ മേഖലയെ കുറിച്ച് വളരെ അഭിമാനത്തോടു കൂടിയാണ് അവർ സംസാരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള ദമ്പതിമാരും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനായി പോയിട്ടുള്ളവരും എല്ലാം തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച്, ആരോഗ്യ മേഖലയെ കുറിച്ച് വളരെ അഭിമാനത്തോടു കൂടിയാണ് അവർ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചെറിയ വീഡിയോ നമ്മൾക്ക് കാണാൻ ഇടയായി. ആ വീഡിയോയിൽ വിദേശ രാജ്യത്തുള്ള ഒരു ദമ്പതികളാണ്. അവർ അവിടുത്തെ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്ലിനിക്കിൽ പോവുകയുണ്ടായി. ആ ക്ലിനിക്കിൽ ചെല്ലുകയും അവിടുത്തെ പരിശോധനാ മുറയ്ക്ക് ഡോക്ടറെ സമീപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ അവർ ആദ്യം ചീട്ട് മേടിച്ച് വെച്ചതിന് ശേഷം ഇവരുടെ പൈസ പേയ്മെന്റ് ചെയ്യാനും ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഡോക്ടറെ കാണണമെങ്കിൽ ഇവര് ഈ 2025 അവര് ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയിട്ട് സമീപിച്ചതെങ്കിലും അവർക്ക് കൊടുത്ത ചീട്ടിന്റെ അകത്ത് പറയുന്നത് 1 വർഷം കൂടി കഴിഞ്ഞതിന് ശേഷമേ ഡോക്ടറെ കാണാനുള്ള അനുമതി കൊടുത്തുള്ളൂ. ഇതാണ് വിദേശ രാജ്യങ്ങളിൽ പോലും ആരോഗ്യരംഗത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ 1 വർഷത്തിന് ശേഷം ഡോക്ടറെ കണ്ടതിന് എന്ത് കാര്യം? ആള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പറ്റത്തില്ല 1 വർഷത്തിന് ശേഷം. ഇപ്പോൾ ഉള്ള രോഗത്തിന് ഇപ്പോൾ തന്നെയല്ലേ നമ്മൾ ഡോക്ടറെ കാണേണ്ടത്? എന്നാൽ 1 വർഷത്തിന് ശേഷം കാണണമെന്നാണ് അവിടുത്തെ ചീട്ടിൽ എഴുതിയിരിക്കുന്നത്. ആ ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. ലോകത്തിലെ എല്ലാ ചികിത്സാ രീതികളും വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ
ചികിത്സാ രീതി എന്ന് പറയുന്നത് ലോകോത്തര ചികിത്സാ രീതി തന്നെയാണെന്നുള്ളതാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം. വൈഫിന് ഒരു ഫുഡ് കഴിച്ചിട്ട് അലർജി ആയിട്ട് ഞങ്ങള് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അവര് നോക്കിയിട്ട് ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ട് എന്ത് പറഞ്ഞു, അലർജിന്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഫാർമസിയിൽ പോയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്താൽ മതി, എന്ത് ചെയ്യാ, എന്നിട്ട് നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്താൽ എന്താ അതിന്റെ ഇതെന്ന് അറിയാന്ന് പറഞ്ഞു. കഴിച്ചതിൽ ഏതിനാണ് പ്രോബ്ലം എന്നുള്ളത് അറിയാൻ വേണ്ടി പറഞ്ഞു. അപ്പം നമ്മൾ ഇറ്റലിയിലാണ്. അപ്പം വേൾഡ് സ്റ്റാൻഡേർഡ് ഹെൽത്ത് കെയർ ഒക്കെ ആണല്ലോ യൂറോപ്പിലൊക്കെ ഇവർ അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു ഫാർമസിയിൽ ഇത് ബുക്ക് ചെയ്യാൻ വന്നതാണ് അലർജിക്കുള്ളത്. ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയേക്കണത് അടുത്ത വർഷം ഫെബ്രുവരി 2026 ഫെബ്രുവരി 16 അതെ, അപ്പോഴത്തേക്ക് എനിക്കറിയില്ല ഇവര് അത് എങ്ങനെയാ ഇവര് ചെയ്യണേന്ന്. എന്റെ ഫ്രണ്ടിന് ഇതുപോലെ ലൈക്ക് ഒരു വട്ടം നടുവേനയായിട്ട് 8 മാസം കഴിഞ്ഞിട്ടാണ് അവൻ അതിനുള്ള ഇത് കിട്ടിയത്. ലൈക്ക് ബാക്കിയൊക്കെ ഓക്കെയാണ് ഇവിടുത്തെ ലൈക്ക് ഹെൽത്ത്. അയ്യോ അയ്യോ, ഇവിടെ നമുക്ക് ഒന്നും അതെ, അതായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഡോക്ടർ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടാണ് പറഞ്ഞത് ഇതുപോലെ അപ്പോയിന്റ്മെന്റ് ഒരു ലൈക്ക് ഫുഡ് അലർജിയുടെ അത് അതാണ് ഞാൻ സാധനമൊക്കെ പിടിക്കാൻ വലിയ കാര്യത്തിൽ വന്നു. ഞാൻ പറഞ്ഞ് നാളെ മറ്റന്നാളെ നമുക്ക് ചെയ്യാം, ഞാൻ നോക്കിയിട്ട് ലീവ് എടുക്കാന്ന് പറഞ്ഞാണ്. 2026 ഫെബ്രുവരിയിലാണ് നമുക്ക് എന്തുള്ളത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം യൂറോപ്പിലൊക്കെ വന്ന അസുഖം വരുത്താണ്ട് നോക്കുക. ഇവിടെ ആൾക്കാർക്ക് വേൾഡ് ഹെൽത്ത് എന്നൊക്കെ പറയുന്നത് ഇവിടെ ആൾക്കാർ അവരുടെ ആരോഗ്യം നോക്കണോണ്ടാണ്, അല്ലാതെ മെഡിക്കൽ ഫെസിലിറ്റിയും ബാക്കി കാര്യങ്ങളും നന്നായിട്ടൊന്നുമല്ല. എല്ലാവരുടെയും വിചാരം അക്കരെ പച്ച. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലൈഫ് വളരെ വളരെ സുഖകരമാണ് എന്നൊരു ധാരണയാണ്. പേടിയാവും. അവിടുത്തെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഫെസിലിറ്റീസ് കേട്ടാ പേടിയാവും. നമുക്കൊരു പനി വന്ന ഡോക്ടറെ കാണണമെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ മാറി 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. പേഴ്സണൽ അനുഭവമാണ്. എന്റെ നെവ്യൂ സ്കോട്ട്ലൻഡിലാണ്. അവനൊരു കളിച്ച് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആയിട്ട് പറയാൻ എന്റെ ബ്രദർ ഡോക്ടറായിട്ടും കൺസൾട്ടന്റ് ആയിട്ടും 6 മാസം കഴിഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്നത് കാണാൻ ഒരു ഇതിന്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂറിനാണ് ഡോക്ടറെ കണ്ടില്ലെങ്കിൽ ഹോസ്പിറ്റൽ അടിച്ചു പൊളിക്കണ കേസ്. നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ എത്ര നല്ല ഫെസിലിറ്റീസ് ആണ്. നമ്മുടെ കേരളയിലെ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂരിഭാഗം പേരെയും വിശ്വസിക്കാം. ഇതാണ് പല വിദേശ രാജ്യങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ. മെഡിക്കൽ കോളേജിനെ കുറിച്ചും ഇവിടുത്തെ ആരോഗ്യ രംഗത്തെക്കുറിച്ചും ആരോഗ്യ മന്ത്രിയെക്കുറിച്ചും ഇവിടുത്തെ മന്ത്രിസഭ തന്നെ പിരിച്ചുവിടണമെന്നാണ് കോൺഗ്രസുകാർ അവകാശപ്പെടുന്നത്. BJP-ക്കാരും ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ. ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു നാട് ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല. നമ്മുടെ ആരോഗ്യ രംഗം എന്ന് പറഞ്ഞാൽ ലോകോത്തര നിലവാരത്തിലുള്ളതാണെന്ന് തന്നെ നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കും.